നമസ്കാരം, ഗീതാ ഗോവിന്ദം. ഇന്നത്തെ പ്രൊമോയിൽ നമ്മളെ ആ കുഞ്ഞിന് വേണ്ടിയുള്ള ഒരു തർക്കങ്ങൾ തന്നെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. നമ്മുടെ രാമുവിൻ്റെ അമ്മയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ബോധിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും പക്ഷേ അവർ ആ കുഞ്ഞിനെ വിട്ടുകൊടുക്കാൻ സമ്മതിക്കുന്നില്ല. അതാണ് തൻ്റെ കുഞ്ഞെന്ന് പറഞ്ഞ് നമ്മുടെ ഉണ്ണിക്കുട്ടനെ ചേർത്ത് ഇങ്ങനെ പിടിക്കുക കേട്ടോ. അപ്പുറത്താണെങ്കിൽ എന്താ പറയാതെ നമ്മുടെ ഗീതു ഇങ്ങനെ നമ്മുടെ രാമുവിൻ്റെ അമ്മയോട് ഇങ്ങനെ ഭയങ്കരമായിട്ട് പറയുന്നുണ്ട്, നിങ്ങൾക്ക് കുഞ്ഞിനെ എടുക്കാനെങ്കിലും സാധിക്കുന്നുണ്ടല്ലോ, പക്ഷേ ഞങ്ങളുടെ കുഞ്ഞിൻ്റെ പ്രിയയ്ക്ക് അവനൊന്ന് ഉമ്മ വയ്ക്കാനോ ഒന്ന് പാല് കൊടുക്കാൻ പോലും ഒറ്റയ്ക്ക് സാധിക്കില്ല, അവൾ കിടന്ന കിടപ്പാണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇവർക്ക് ഒന്നും തന്നെ അങ്ങോട്ട് എന്താ പറയുക, കുഞ്ഞിനെ വിട്ടുകൊടുക്കാൻ ഒരിക്കലും താൻ തയ്യാറല്ല എന്നുള്ളൊരു മട്ടിൽ തന്നെയാണ് അപ്പോഴും കേട്ടോ. അതിനുശേഷം ഏതാണ്ടൊക്കെ എല്ലാവർക്കും മനസ്സിലായി കുഞ്ഞുങ്ങൾ തമ്മിൽ മാറിപ്പോയിട്ടുണ്ടെന്ന്. അപ്പോൾ അതിനൊരു തീരുമാനമാകാൻ വേണ്ടി നമ്മൾ DNA ടെസ്റ്റിന് പോകുക. അപ്പോൾ ആ ഒരു റിസൾട്ട് കിട്ടുന്നത് വരെ നമ്മുടെ വരുൺ പറയുന്നുണ്ട്, 2 കുഞ്ഞുങ്ങളും ശിശു സംരക്ഷണ സമിതിയിൽ കഴിയട്ടെ, ആ ഒരു കേന്ദ്രത്തിൽ കൊണ്ടാക്കണം ആ 2 പിള്ളേരെ ഈ DNA റിസൾട്ട് വന്നവരെ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ തന്നെ നമ്മുടെ ഗോവിന്ദ് എന്താ പറയുക, കൊട്ടക്കലിപ്പിൽ പറയുന്നുണ്ട്, ഒരിക്കലും ഇല്ല, ജനിച്ചിട്ട് കുറച്ച് ദിവസങ്ങളെ ആയിട്ടുള്ള ആ പിള്ളേരെ ഒരു മണിക്കൂറത്തേക്ക് പോലും അനാഥരെ വളർത്താൻ താൻ സമ്മതിക്കില്ല, 2 കുഞ്ഞുങ്ങളെ ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഗോവിന്ദ് പറയുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ രാമുവിൻ്റെ അച്ഛനും അമ്മയും നമ്മുടെ രാമുവിനെയും നമ്മുടെ ഉണ്ണിക്കണ്ണനെയും ഇങ്ങനെ ചേർത്ത് പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രംഗങ്ങളാട്ടോ. അപ്പം നമ്മുടെ രാമുവിൻ്റെ അച്ഛന് മനസ്സിലായി കുഞ്ഞ് മാറിപ്പോയിരിക്കുകയാണ്. അപ്പം നമ്മുടെ ആ രാമുവിൻ്റെ അച്ഛൻ നമ്മുടെ ഉണ്ണിക്കണ്ണനെ ഇങ്ങനെ ഭയങ്കരമായിട്ടൊക്കെ കളിപ്പിക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ എന്താ പറയുക, രാമുവിൻ്റെ അമ്മയ്ക്ക് അങ്ങോട്ട് ദഹിക്കുന്നില്ല ഈ നമ്മുടെ അച്ഛൻ ഇങ്ങനെ വേറൊരു കുഞ്ഞിനെ കളിപ്പിക്കുന്നത് കാണുമ്പോൾ. അപ്പോൾ നമ്മുടെ ഗോവിന്ദ് എടുക്കാനൊക്കെ ചോദിക്കുമ്പോൾ നമ്മുടെ രാമുവിൻ്റെ അമ്മ ഒട്ടും കൊടുക്കുന്നില്ല താനും കുഞ്ഞിനെ കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം, DNA ടെസ്റ്റ് വരുമ്പോൾ റിസൾട്ട് വരുമ്പോൾ കുഞ്ഞ് നമ്മുടെ പ്രിയയുടേത് തന്നെ ആയിരിക്കുമോ, നമ്മുടെ പ്രിയയ്ക്ക് ആ ഒരു സ്വന്തം കുഞ്ഞിനെ തിരികെ കിട്ടുമോ എന്നൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയാം. അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.